എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് ലെവലിൽ PSC ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ആൻസർ ഓപ്ഷൻ സി, വില്യം ബെൻഡിക് പ്രഭു. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ പ്രസ്താവനയാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത്. പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്ററാണ്? ആൻസർ 244 കിലോമീറ്റർ. ഏകദേശം 152 മൈലാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖയെന്നും പെരിയാറിനെ അറിയപ്പെടുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1976 ഫെബ്രുവരി 12 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. 780 മെഗാവാട്ടാണ് ഉൽപാദനശേഷി. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞിയെന്നും ശാസ്താംകോട്ട കായലിനെ അറിയപ്പെടുന്നു. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം? ആൻസർ ഓപ്ഷൻ ഡി, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യയിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം? ആൻസർ ഓപ്ഷൻ എ, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് EV രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത്? ആൻസർ ഓപ്ഷൻ സി, കോലത്തുനാട്. കോലത്തുനാടാണ് കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ്
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി. ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി. ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി. കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി. കാരക്കോറം. കാരക്കോറത്താണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ എ. ഇരുമ്പ്. ഇരുമ്പാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ സി. ഗോദാവരി. ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. പാമ്പാടുംചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. 2003. 2003 പാമ്പാടുംചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യയുടെ വിസ്തൃതി. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ. പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം? ആൻസർ ഓപ്ഷൻ സി. 2018. 2018 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത്. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി. 30%. 30% ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി. വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി. ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായൽ. കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം? ആൻസർ ഓപ്ഷൻ എ. PSLV C-57. PSLV C-57 കൃത്രിമ ഉപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. അഗസ്ത് കോംതെ. അഗസ്ത് കോംതെയാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം
ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം തെക്കേ അമേരിക്കയിൽ നിന്നുള്ളതായിരുന്നു. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ എ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1988. 1988 ദേശീയ വനനയം നിലവിൽ വന്നത്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി UNEP. UNEP ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ കറിയുപ്പിൻ്റെ രാസനാമം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപമാണ്. ആൻസർ ഓപ്ഷൻ എ രാസോർജം. രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ രൂപം. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി മലമ്പനി. മലമ്പനിയാണ് താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആൻസർ ഓപ്ഷൻ സി ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ സി EEG. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം.